ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പായിട്ടാണ്. അതായത് ഇപ്പോഴും പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ എത്ര കുഴിച്ച് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആം ഹോളിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൽ നിന്ന് എങ്ങനെ ആം ഹോൾ ഡെപ്ത്ത് എല്ലാം എടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഫ്രണ്ട് ആം ഹോൾ എത്രത്തോളം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നോക്കുക, നമ്മളെപ്പോഴും ഷോൾഡർ ആയാലും ആം ഹോൾ ആയാലും എടുക്കുന്നത് കറക്റ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഷോൾഡറാണ് കേട്ടോ. നേരെ അടിയിലേക്ക് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തു. ഇതൊക്കെ എത്ര എടുക്കണമെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് ചാർട്ട് അടക്കം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇത് ആം ഹോളാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു, നേരെ അടിയിലേക്ക് ആം ഹോൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ഇവിടെയും വരെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1. ഓക്കെ, ഇങ്ങോട്ട് നമ്മൾ സീമും മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ സീമാണ്. ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആം ഹോൾ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്തില്ലേ, അവിടേക്കായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെസ്റ്റ് 42ൻ്റെ കാട്ടി തരാം കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്നത് ചെസ്റ്റ് 42ൻ്റെയാണ്. ചെസ്റ്റ് 42 ആവുമ്പോൾ 42ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 42/4. ഓക്കെ, അപ്പോൾ 10.5 ഇഞ്ചാണ് കിട്ടണേ. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തത് 10.5 ഇഞ്ചാണ്. പ്ലസ് സീം നമ്മളെടുത്തത് 1.5 ഇഞ്ച്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ബാക്ക് ആം ഹോളാണ്. അതിന് ശേഷമാണല്ലോ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങോട്ട് എടുക്കുന്ന ഡെപ്ത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു ഇങ്ങോട്ട് എത്രത്തോളം എടുക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. ഓക്കെ, അപ്പോൾ 42നെ നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 1.25 ഇഞ്ചാണ് കിട്ടുക, 1.75. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ടേപ്പ് വെച്ചിട്ട് എവിടെയാണോ 1.75 വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒരു ഡോട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ ആം ഹോൾ വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ വന്ന് എൻഡ് ചെയ്യേണ്ടത് ദേ നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുത്തായിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ബാക്ക് ആം ഹോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം. അതായത് സ്മോൾ സൈസ്, അതായത് 30-ന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1 ഇഞ്ച് കുഴിച്ച് വരയ്ക്കാം. ഓക്കെ, ഇപ്പം മീഡിയം ആണെങ്കിൽ 3/4 ഇഞ്ച്, ലാർജ് സൈസ് ആണെങ്കിൽ 1/2 ഇഞ്ച്, എക്സൽ എബവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 1/4 ഇഞ്ച് നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തോരം കുഴിച്ച് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 42 ചെസ്റ്റ് സൈസാണ്. അപ്പോൾ നമുക്ക് 1/4 ഇഞ്ചാണ് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് 1/4 ഇഞ്ചാണ് അടിയിലേക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നമ്മൾ 42 ആയതുകൊണ്ട് 42 ആണ് ചെസ്റ്റ് സൈസ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 1/4 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇങ്ങോട്ട് നമ്മുടെ നെക്കായിരിക്കുമല്ലോ, നമ്മളെപ്പോഴും ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് നമ്മൾ സ്ലോപ്പ് ഇട്ട് കൊടുത്തു. ശേഷം നമ്മളൊരു തയ്ക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടില്ലേ. അപ്പോൾ നോക്കുക, ഇതായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ. അപ്പോൾ അവിടെ നിന്ന് വേണം കേട്ടോ നമ്മൾ കുഴിച്ച് വരയ്ക്കാനായിട്ട്. അതിന് മുകളിലേക്ക് നമ്മൾ കുഴിച്ചിങ്ങനെ മാർക്ക് ചെയ്ത് വരരുത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊന്ന് കുഴിച്ച് വരയ്ക്കാം. ഇത് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കുക, നമ്മൾ വളരെ സിമ്പിളായിട്ട് ആം ഹോൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.
പിന്നെ നിങ്ങൾ ഒരുപാട് പേര് പല വീഡിയോസും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എനിക്കൊരു എക്സാം നടക്കണോണ്ടാണ് കുറച്ച് ലേറ്റ് ആവണേ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.